സംവിധായകൻ കമലിൻ്റെ സഹസംവിധായകനായാണ് നടൻ ദിലീപ് സിനിമയിലെത്തിയത്. കമലും ദിലീപും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ച് മലയാളികൾക്ക് നന്നായി അറിയാം. അടുത്തിടെ കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിലാണ് ദിലീപിനെയും മഞ്ജു വാര്യരെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് അനുഭവങ്ങൾ കമൽ വെളിപ്പെടുത്തിയത്. ഈ പുഴയും കടന്ന് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ രസകരമായ നിരവധി അനുഭവങ്ങൾ ഉണ്ടായതായി കമൽ പറഞ്ഞു. ഈ പുഴയും കടന്ന് ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടിയ ചിത്രമായിരുന്നു ഇത്. സല്ലാപം എന്ന ചിത്രത്തിനു ശേഷം ദിലീപിൻ്റെയും മഞ്ജു വാര്യരുടെയും മറ്റൊരു വലിയ ഹിറ്റായിരുന്നു ഇത്. ഇരുവരുടെയും ഒരുമിച്ചുള്ള ജീവിതത്തിനും ഈ ചിത്രം കാരണമായിരുന്നു. എല്ലാവർക്കും ഏറെ പ്രത്യേകതയുള്ള ചിത്രമാണിത്. വളരെ കുറഞ്ഞ ബഡ്ജറ്റിലാണ് ഇത് നിർമ്മിച്ചത്, കമൽ പറഞ്ഞു. ശ്രീനിവാസനെ നായകനാക്കിയാണ് ചിത്രം ആദ്യം പ്ലാൻ ചെയ്തതെന്നും കമൽ പറഞ്ഞു. സല്ലാപം റിലീസായതിനു ശേഷം ഒരു പുതിയ സിനിമയുടെ ചർച്ചയ്ക്കായി ഞാൻ എഴുത്തുകാരൻ ശത്രുഘ്നനെ വിളിച്ചു. ഞങ്ങൾ വേറൊരു കഥയുടെ പണി തുടങ്ങി. എന്നാൽ കഥ മുന്നോട്ട് പോയില്ല. എനിക്ക് തൃപ്തിയായില്ല. ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചതിനാൽ അത് പെട്ടെന്ന് ആളുകളെ ആകർഷിക്കും. ദിലീപിനെയും മഞ്ജുവിനെയും നായകനാക്കി ഒരു കഥയെക്കുറിച്ച് ആലോചിക്കാൻ ശത്രുഘ്നനോട് ആവശ്യപ്പെട്ടു. ശ്രീനിവാസനെ നായകനാക്കി ഒരു കഥ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. പിന്നീട് 3 പെൺകുട്ടികളുടെ വിവാഹം കഴിക്കാൻ ഒരു പുരുഷൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ചായിരുന്നു ഞങ്ങൾ ആ കഥയെ മറ്റൊരു പശ്ചാത്തലത്തിൽ കൊണ്ടുവന്ന് ഒരു പുതിയ കഥ വികസിപ്പിച്ചെടുത്തത്. അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു. പിന്നെ ഞാൻ ദിലീപിനെയും മഞ്ജുവിനെയും വിളിച്ചു. പ്രൊജക്റ്റിനെക്കുറിച്ച് ദിലീപിനോട് പറഞ്ഞപ്പോൾ ഇപ്പോൾ നടക്കുന്ന സിനിമ പൂർത്തിയാക്കി ഉടൻ തന്നെ ഷൂട്ടിങ്ങിന് തയ്യാറാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഞാൻ ദിലീപുമായി സംസാരിച്ച് 1 മാസത്തിനു ശേഷം ഞങ്ങൾ സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു. തൂവൽ കൊട്ടാരം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് വളരെ വേഗത്തിൽ ആരംഭിച്ചു.